നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഉരുളൻകിഴങ്ങ് മസാലക്കറി. അതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1.5 സവാള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 സവാള എടുക്കാം, ചെറുതായതുകൊണ്ടാണ് 1.5 സവാള എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി വേണം, വെളുത്തുള്ളി 5 അല്ലി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, 2 ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കളറിൽ മാറ്റം വരും. പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. 2 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ അരിഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. സവാള നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി തക്കാളി അരിഞ്ഞെടുക്കാം. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ക്യാപ്സിക്കോ ഇതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കോ ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളകൊന്ന് നീളത്തിൽ കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി അരിഞ്ഞിടുന്നതിന് പകരം ചതച്ച് ചേർത്താലും മതിയാവും. വെളുത്തുള്ളി 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ മല്ലിയിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. 2 തണ്ട് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഒറ്റ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ സ്റ്റൗ ഓണാക്കിയിട്ട് അതിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി.
ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് മണം വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഉടയണം. നമ്മുടെ ക്യാപ്സിക്കമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര ഉരുളൻകിഴങ്ങ് വേണോ അത്രയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങ 1/2 കപ്പ് വെള്ളത്തിൽ അരച്ച് പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കാം. 1 or 2 വിസിൽ നമ്മൾ എടുക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ വേവ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി വെയിറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് 1 മുതൽ 2 വിസിൽ വരെ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ എയർ മുഴുവനും പോയതിന് ശേഷം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എയർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാം. അപ്പോൾ ഇതാ ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു സെക്കൻഡ് ഒന്ന് അടച്ചു വയ്ക്കുക. ഉപ്പൊക്കെ ആ പാകത്തിനാണോ എന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ദാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.